ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളം. സെറ്റല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ചെയ്യുന്ന വീഡിയോ ആണ്, എന്നാലും നമ്മൾ ഒന്ന് ചെയ്യുന്നത് കൊണ്ട് ഒരു വീഡിയോയും കൂടി എടുത്തിടാന്ന് കരുതി. അപ്പോൾ ഇത് മൊത്തമായിട്ട് കാണൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അത്രയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ല. കുക്കറിൽ നമുക്ക് ബീഫ് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ബീഫ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ബീഫ് വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ വെള്ളം ഊറി ഇറങ്ങിക്കോളും. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പേസ്റ്റ് ഇടാം. ഇഞ്ചിയും പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയാണ് ഇതിൽ അരച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് മാറ്റി വെച്ചേക്കാം, കുറച്ച് നമുക്ക് ഉള്ളി വഴറ്റുമ്പോൾ ഇടാം. അപ്പം ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാവേ. ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട, നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചക്ക കിട്ടുന്ന അമ്മ ഒരു ഏലക്ക, കുറച്ച് ഗ്രാമ്പു, പട്ട, ആവശ്യമുള്ള ഉപ്പിട. നന്നായിട്ട് വഴറ്റിയെടുക്കണം, നല്ല വെന്ത് കണ്ണാടി പോലെ ആവണം. ഇളക്കി വെച്ചിട്ട് ചോറിനോട് കഴിക്കും. ഓ അങ്ങനെ. ഓ ഇതിന്ന് ഇളക്കി വെക്കല്ല, അല്ലാതെ കറി വെക്കണത് ഇളക്കി വെക്കാൻ വേണ്ടി. ഞാൻ വിചാരിച്ച അമ്മ എന്നെ കളിയാക്കണമേ, കുരുവിനെ ഇളക്കി വെച്ചിട്ട് കഴിക്കാൻ. ഇതിപ്പോ നന്നായിട്ട് കണ്ടോ, ഇതാണ് കണ്ണാടി പരുവം ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല തിളങ്ങ കണ്ടോ. അപ്പൊ ഇനി ഇത് കുറച്ചും കൂടെ ബ്രൗൺ ആണോ വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. ഞങ്ങളിത് മസാലയെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിത് മിക്സി ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പൊ നമുക്ക് നല്ല കൊഴുകുഴാന്ന് കിടക്കും, മനസ്സിലായോ? ചിക്കൻ കറിയൊക്കെ നല്ല ഹോട്ടലിൽ കിട്ടും പോലെ. അല്ലാതെ അരച്ചിടാതെയും ചെയ്യാം, പകുതി എടുത്ത് അരയ്ക്കാം, പകുതി അരയ്ക്കാതിടാം. തക്കാളി ഇടാം. തട്ടല്ലേ എടുത്തോ? ഓ എടുത്തോ, കൈ എടുത്തോ, കൈ വിട്ടോ. അടുക്കളയിൽ ആണുങ്ങൾ കയറിയുള്ള അവസ്ഥ. നമുക്ക് വെന്തോ നോക്കാം. മല്ലിപ്പൊടിയാണേ, നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ ഇട്ടാൽ മതി. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടി. ഇവിടെ എല്ലാവർക്കും എരിവ് ആവശ്യമാണ്, അപ്പോൾ നമ്മൾ കൂടുതൽ എരിവിന് വേണ്ടി നിറച്ച് മുളക് പൊടി. കൂടെ തന്നെ നമുക്കിതിലേക്ക് എന്താ കുരുമുളക് പൊടി, മീറ്റ് മസാല വാങ്ങി വെച്ചിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ഇടാം. എന്താ എല്ലാം കൂടെ ഇരിക്കട്ടെ. ഞാൻ വല്ല സ്പെഷ്യൽ ആവുന്നല്ല കേട്ടോ, സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല, നമ്മളൊരു ഉദ്ദേശത്തിനൊക്കെ വെക്കുന്ന ടൈപ്പാണ്.
കൊള്ളാമെങ്കിൽ ഞങ്ങൾ പറയാം കേട്ടോ, എങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ബീഫൊക്കെ ഇട്ടൊന്ന് തന്നെ ഈ സവാളയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പേസ്റ്റായിട്ട് കിട്ടും. ഈ മസാലയൊക്കെ ഒന്ന് വേഗട്ടെ. മഞ്ഞപ്പൊടി ഇടണേ. നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ, നല്ല പേസ്റ്റ് രൂപത്തിലാക്കാം. ഇതിപ്പോൾ നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വേവിച്ച ബീഫ് ഇതിലേക്ക് ഇടാം കേട്ടോ. കണ്ടോ വെള്ളം കണ്ടോ, നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. എന്തുമാത്രം വെള്ളം നോക്കിയേ, വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കാരണം സവാള മിക്സിയിൽ അടിച്ചപ്പോ കണ്ടോ നല്ല പ്രത്യേക രീതി കൊഴുപ്പ് രീതിയിൽ ബീഫിന്റെ കൊഴുപ്പും സവാള കുറുകുറാന്നുണ്ടല്ലേ. ഇതൊന്ന് ചൂടാക്കി എടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. ഇവിടെ എല്ലാവർക്കും കറിയാ വേണം, അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യും. ഇത്രയും മതി എന്നുള്ളവർക്ക് ഇത്രയും മതിയായിരിക്കും. പിന്നെ നമ്മളിതിലേക്ക് ഡെക്കറേഷൻ മല്ലി ഇലയൊക്കെ ഇടണം. ഉണ്ടടി മല്ലി ഇലയെല്ലാം ഇട്ട് തിളപ്പിച്ചെടുക്കാം നമുക്ക് ചിക്കൻ. ഈ മസാലയൊക്കെ ഒന്ന് ബീഫൊന്ന് വേവണ്ടേ, മസാലയൊക്കെ ഒന്ന് ബീഫൊന്ന് വെന്ത് കുറുകി ചാറൊക്കെ ഇറങ്ങി അല്ലേ. ഞങ്ങളിതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ എന്തോ പറഞ്ഞു, ജ്യൂസ് കുടിച്ചാ? എല്ലാം കുടിച്ചാ? വാവേഴതും കുടിച്ചാ? അങ്ങനെ ചെയ്താ? അയ്യോ, അച്ഛൻ ഒരു കാര്യം ചെയ്യാം, ബാബയ്ക്ക് വേറെ ജ്യൂസ് ഉണ്ടാക്കട്ടാ. ഓക്കെ ഓക്കെ ശരി, അച്ഛൻ വേറെ ജ്യൂസ് ഉണ്ടാക്കി തരാം. ഓക്കെ. മല്ലിയില ഞങ്ങളെ വീട്ടിൽ കുറവായിരുന്നു, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. സെറ്റല്ലേ, നല്ലതാണ്. ഓക്കെ.